ഒന്നാമത്തെ ദിവസം വന്ദേമാതരം മുഴുവന് പാടിയതിലൂടെ സംഘപരിവാരത്തിന്റെ പ്രീതി പിടിച്ചു പറ്റി. പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്റ്റേറ്റ് ചുമതലയുണ്ടായിരുന്ന രത്തൻ കേൽക്കർ സെക്രട്ടറി ആയിട്ട് നിയമിക്കുകയാണ്. അദ്ദേഹമാണ് ഔദ്യോഗിക ഉത്തരവില് BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയെ രേഖപ്പെടുത്തിയത്. റോയ് മാത്യുവിനെ മീഡിയ സെക്രട്ടറി ആക്കിയാണ്. അദ്ദേഹം ലവ് ജിഹാദിന്റെ പേരിൽ വലിയ വിവാദമുണ്ടാക്കിയ ആളാണ്. ഒരു നുണപ്രചാരണത്തെ ഏറ്റുപിടിച്ചയാളാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ, സോണിയാഗാന്ധിക്കെതിരെയൊക്കെ നിരന്തരം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണിപ്പോ VD സതീശൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മീഡിയ സെക്രട്ടറി ആയിട്ട് വരുന്നത്. നമ്മുടെ കേരളത്തില് PM ശ്രീ പദ്ധതി കടലിലെറിഞ്ഞു കളയും, അറബിക്കടലിലെറിയും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവര് ഗവർണർ ആർലേക്കർക്ക് മുമ്പിൽ ഒച്ചാനിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കാർഷിക സർവകലാശാലയുടെ VC ആയിട്ട് 3 പ്രബലരായ ആളുകളുടെ പേരെഴുതി കൊണ്ടുപോവുകയാണ് നമ്മുടെ മന്ത്രി സിദ്ദീഖ് എഴുതി കൊണ്ടുപോയ ആ ലിസ്റ്റ് അങ്ങനെ തന്നെ തള്ളിക്കൊണ്ട് ആർലേക്കർക്ക് താല്പര്യം ഒരാളെ നിയമിക്കുകയാണ്. സർവകലാശാലകളില് സെനറ്റിലേക്ക് നമ്മുടെ ഗവർണർക്ക് താല്പര്യമുള്ള ആളുകളെ നിയമിക്കുകയാണ്. ഒരു കാലത്തും ഉണ്ടാവാത്ത രീതിയിൽ ആരിഫ് മുഹമ്മദ്, നമ്മുടെ കഴിഞ്ഞ ഗവർണർ, അദ്ദേഹം ഗവർണറായിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ സംഗീത് ചാൻസലർ വാപ്പസ് ജാവോ എന്ന ബോർഡ് ഉയർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കാവ്യവൽക്കരിക്കാനുള്ള ശ്രമത്തെയൊക്കെ ഇവിടെ എതിർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആർലേക്കർ അധികാരത്തിൽ കയറിയപ്പോ, ആർലേക്കർ ഗവർണറായി VD സതീശൻ അധികാരത്തിൽ കയറിയപ്പോ ഗവർണർ ആർലേക്കർ നിർബാധം ഒരു മറയുമില്ലാതെ സംഘപരിവാര അജണ്ടകൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികൻ, വലിയ കോർപ്പറേറ്റ് അദാനി, ആ അദാനിയുടെ മുമ്പിൽ, ആ അദാനിക്ക് നമ്മുടെ കേരളത്തിലെ കണ്ണായ വിഴിഞ്ഞം പോർട്ട്, കേരളത്തിന്റെ ഭൂമി, കേരളത്തിന്റെ കടലോരവും കടലുമൊക്കെ അദാനിക്ക് പൂർണ്ണമായി പണയം വെക്കുന്ന ഒരു കരാർ കൗണ്ടിങ്ങിന് മുമ്പ്, തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന്റെ 2 ദിവസം മുമ്പ് VD സതീശൻ മംഗലാപുരത്തേക്ക് പോയി ആ കരാർ ഒരു ഡീൽ ഒപ്പിട്ടു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് 4 മണിക്കൂർ കൊണ്ട് വന്ദേ ഭാരതിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന ഇടത്താണ് VD സതീശൻ ചാർട്ടേഡ് ജെറ്റിൽ യാത്ര ചെയ്യുന്നത്. തിരുവനന്തപുരത്തുള്ള പത്രക്കാര് ചോദിച്ചു, താങ്കൾ എന്തിനാണ് മംഗലാപുരത്തേക്ക് പോയത്? താങ്കൾ എന്തിനാണ് സൗത്ത് ഇന്ത്യയിലെ അദാനിയുടെ പ്രസിഡന്റിനെ കണ്ടത് എന്തിനാണെന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ ആര്യാടൻ മുഹമ്മദിന്റെ ബന്ധുവിനെ കാണാൻ പോയതെന്നാണ് മറുപടി പറഞ്ഞത്. പരിഹാസ്യമായ മറുപടിയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സംഘപരിവാരത്തിന്റെ താല്പര്യങ്ങൾക്ക് കീഴൊതുങ്ങി, കോർപ്പറേറ്റുകളുടെ താല്പര്യങ്ങൾക്ക് കീഴൊതുങ്ങി BJPക്ക് വിധേയമായി പ്രവർത്തിക്കുകയാണ് VD സതീശൻ സർക്കാർ. K. സുരേന്ദ്രൻ 2021 തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 35 MLA-മാരെ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന്. കേവല ഭൂരിപക്ഷത്തിന് 71 പേര് വേണം. പക്ഷേ 35 MLA-മാരെ കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞു. 2026 3 MLA-മാരാണ് BJPക്കുള്ളത്. K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയിട്ട് പറയുന്നത്, കേന്ദ്ര വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അവരുടെ ദേശീയ വിദ്യാഭ്യാസ നയം മുസ്ലിം ലീഗിനെ കൊണ്ട് നടപ്പിലാക്കുമെന്നാണ്. PM ശ്രീ പദ്ധതി മുസ്ലിം ലീഗിനെ കൊണ്ട് നടപ്പിലാക്കുമെന്ന് പറയുകയാണ്. തിരുവനന്തപുരത്ത് മേയർ രാജേഷ്, അദ്ദേഹം വലിയ TV സ്ക്രീനില് KM ഷാജിയുടെ പടം കാണിക്കുകയാണ്. നമ്മുടെ PMAY പദ്ധതിയില് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ, ലോഗോ വെക്കാൻ നമ്മുടെ ഗ്രാമവികസന ക്ഷേമ വകുപ്പ് മന്ത്രി KM ഷാജി പറഞ്ഞിരിക്കുന്നു എന്ന് കോർപ്പറേഷൻ ഹാളിലാണ് പറയുന്നത്. ഇങ്ങനെ തുടക്കം മുതൽ തന്നെ BJPക്ക് കീഴൊതുങ്ങി മതനിരപേക്ഷതയെ അപകടത്തിലാക്കുന്ന നയം സ്വീകരിക്കുന്ന ഈ VD സതീശൻ സർക്കാരിന്റെ ഈ നയത്തിനെതിരായിട്ട് PM ശ്രീ പദ്ധതി ഉപേക്ഷിക്കുക, അതിൽ നിന്ന് UDF സർക്കാർ പിൻവാങ്ങുക
മതേതരത്വം സംരക്ഷിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ 15-ാം തീയതി മുതൽ ഒരു മാസ കാലയളവിൽ 1 മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ തുടക്കം കുറിക്കുകയാണ്. വാഹനജാഥകൾ, ഹൗസ് ക്യാമ്പയിനുകൾ, സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ 1000 കവലകളിൽ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു കൊടുക്കുന്നതിനുള്ള വലിയ പൊതുയോഗങ്ങൾ ഒക്കെയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങളുടെ ഈ ക്യാമ്പയിന് മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ആർ.വി. ബാബു ആർ.വി. ബാബുവും ശശികലയും തുടങ്ങിയ സംഘപരിവാര നേതാക്കൾ, തീവ്ര നിലപാടുള്ള ആളുകൾ എന്തിനാണ് നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ കാണാൻ പോയത്? എന്ത് നിവേദനമാണ്, എന്താവശ്യമാണ് അവർ വി.ഡി. സതീശന്റെ മുമ്പിൽ സമർപ്പിച്ചതെന്ന് പറയേണ്ടത് വി.ഡി. സതീശനാണ്. ആർ.വി. ബാബുവിനെതിരെ നേരത്തെ ധാരാളം സംസാരിച്ചിരുന്ന ഒരാളാണ് വി.ഡി. സതീശൻ. UDF മുന്നണി നേരത്തെ പറഞ്ഞ നിലപാടുകളിൽ നിന്നൊക്കെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഒരു UDF മുന്നണി എന്നുള്ളത് ഒരു യു ടേൺ മുന്നണിയായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ.